Guys, welcome back to my vlog. So ഇന്ന് നമ്മൾ ചെന്നൈ പോകാൻ പോവേ. ചെന്നൈ ബേസിക്കലി ഞാൻ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. സോ ഇപ്പോൾ ടൈം 7 o'clock. അപ്പോൾ ട്രെയിൻ എപ്പോഴാണെന്ന് ചോദിച്ചാൽ 7:14 ആണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങും. ആലുവയിലാണ് ട്രെയിന്. സോ ലെറ്റ്സ് സീ. സോ ഗൈസ് 7:55 ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ ട്രെയിനിൽ കയറി. സോ ഗൈസ് ജസ്റ്റ് നമ്പർ 1 സാൻഡ്വിച്ച്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറ. അൽഹംദുലില്ലാ. വാപ്പ ചായ മതിയാക്കിയിരിക്കുകയാണ്. അതുപോലെ ചായനും മധുരം കൂടുതലാണ്. നമ്പർ 3 വാപ്പ ഉപ്പുമാവ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 11 മണി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഉപ്പുമാവ് കഴിക്കാൻ. ഉമ്മ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഷ്ടപ്പെടാൻ. വാപ്പ അതെന്നിട്ട് ചായ വെള്ളം പ്ലസ് ഉപ്പുമാവ് പിന്നെന്താ സോസൊക്കെ വെച്ചിട്ടാണ് കഴിച്ചോണ്ടിരിക്കണത്. അച്ചാറാ. സോ അച്ചാറും ഉപ്പുമാവും ഒക്കെ വെച്ച് കഴിച്ചോണ്ടിരിക്കുക. ചെറിയായിട്ട് വയറൊക്കെ വേനെടുക്കാൻ തോന്നി. സോ ഗൈസ് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഉമ്മാടെ നെയ്ച്ചോറൻ ബീഫാണ്. ഇതെങ്ങനെയുണ്ട്? ഉമ്മ ഉണ്ടാക്കുന്നത് എന്തായാലും അടിപൊളിയാണ്. ഗൈസ് ഇത് വാപ്പയുടെ ചെസ് നമ്പർ എത്രാമത്തെ വാപ്പ? ഫുഡ് 6 ചെസ് നമ്പർ 6. വാപ്പ ഭയങ്കര ഭയങ്കര തിന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് സാധനം? അതൊക്കെ പറയണുള്ളൂ. ദുവല്ല കുറച്ച് കഴിച്ചത്. 6, 7 ഒരു രസമില്ല. ഒരു രസമില്ല. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ കിട്ടി. 6, 7 ഉണ്ടായിരുന്ന ആളാ. ടൈം 6:15. വാപ്പ ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി. ട്രെയിനിൽ നിന്ന് മതി. ഇപ്പൊ ഞാനും തീറ്റ തുടങ്ങാൻ പോവാണ്. സോ നമ്മളിപ്പോ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ്. സോ ഇനി നമ്മൾ നേരെ എക്സിറ്റിലോട്ട് പോകാൻ പോയാ. സോ ഗൈസ് നമ്മളങ്ങനെ ചെന്നൈയിലെത്തിയപ്പോൾ തന്നെ കുട്ടിത്തേം ഹാഫിസ്ക്കെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി അപ്പം തന്നെ വന്നു. നമ്മൾ അവരുടെ വീട്ടിലായിരുന്നു താമസിച്ചത്. കൂട്ടുകാരനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ മൂത്ത സിസ്റ്ററാണ്. എങ്ങനെയൊക്കെ ആയിപ്പോയതാ, എന്താ ചെയ്യുക. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുള്ളത് ഹാഫിസ്കാർഡാണ്. ഹാഫിസ്ക്കാൻ കൂട്ടുകാരൻ ചെന്നൈയിലുള്ളതുകൊണ്ടാണ് നമ്മൾ നേരെ ചെന്നൈയിലോട്ട് ഇറങ്ങിയത്. ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ നേരെ പോയത് ഗീതം എന്ന് പറഞ്ഞൊരു വെജ് റെസ്റ്റോറൻറ്റിലായിരുന്നു. സംഭവം അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. ഫുഡായാലും എന്തായാലും അടിപൊളി. അതുകൂടാതെ ഞങ്ങൾ രസ്മലായും രസഗുളയൊക്കെ അവിടുന്ന് ട്രൈ ചെയ്തു. സംഭവം പൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ചെന്നൈ പോകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറാതിരിക്കല്ലേ കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഇതുവരെ ഉള്ളൂ. അപ്പം നാളെ കാണാം. സോ നാളെ ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാം.